ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോക്കപ്പ് മർദ്ദനത്തേക്കാൾ കടുത്ത രീതിയിൽ മർദ്ദിച്ചവശരാക്കി പ്രതാപനും വാമനും നല്ല ശിക്ഷ തന്നെ കൊടുത്തു വിടുന്നുണ്ട് മാർക്കോ. മാത്രമല്ല, ചെയ്തതിനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു താക്കീതും മാർക്കോ നൽകുന്നുണ്ട്. ഇതേ സമയം പ്രതാപൻ ജയിലിൽ നിന്നിറങ്ങി എന്നൊരു വിവരം കിട്ടിയിട്ടും ഇതുവരെ വീട്ടിലെത്താത്തതിനെ തുടർന്ന് ടെൻഷനിലാണ് മുത്തശ്ശി. കരുണ വിളിക്കുമ്പോഴാണെങ്കിലും അവൻ വന്നിട്ടില്ല എന്നും വന്നാൽ ഉടനെ തന്നെ മോളെ വിളിച്ച് വിവരം പറയാമെന്നും പറയുന്നു. ശേഷം രണ്ട് രാക്ഷസന്മാർ ഇന്ന് ജയിലിൽ നിന്നും ഇറങ്ങല്ലേ എന്നെല്ലാം കണ്ണൻ ദുർഗയോട് പറയുമ്പോൾ, പുറത്തിറങ്ങിയാലും വീണ്ടും കേസ് നടത്തി അവരെ ആജീവനാന്തം ജയിലിലേക്ക് തന്നെ പറഞ്ഞു വിടണം എന്നെല്ലാം ദുർഗ ദേഷ്യത്തോടു കൂടി കണ്ണനോട് പറയുന്നുണ്ട്. ഇതേ സമയം കരുണയും ഉണ്ണിയും വരുന്നു. കരുണയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്നെ നോക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്നും, അങ്ങനെ ഇയാൾ കൈവിട്ട് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും മുത്തശ്ശിയും മാത്രമാണ് എനിക്ക് ആകെ ആശ്രയമായിട്ടുള്ളത്. അപ്പം അച്ഛൻ്റെ കേസ് വേണ്ടാന്ന് വെച്ചൂടെ കണ്ണേട്ട എന്നെല്ലാം കരുണ അപേക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛനെ ഇല്ലാതാക്കി ചെറുപ്രായത്തിൽ തന്നെ എന്നെ അനാഥനാക്കുകയും മാത്രമല്ല എന്നെ വീൽ ചെയറിൽ തളർത്തിയിരുത്തുകയും ചെയ്ത അവർക്ക് ഞാൻ കേസ് പറഞ്ഞ് തൂക്കുകയർ തന്നെ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള തൻ്റെ തീരുമാനം കരുണയുടെ മുന്നിൽ തുറന്നടിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. ഇതേ സമയം ഉണ്ണിയാണെങ്കിൽ കോടതിയിൽ നിന്നും കിട്ടാൻ പോകുന്ന നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ, അച്ഛൻ പോയി ഇനിയിപ്പോൾ എന്തിനാണ് നഷ്ടപരിഹാരം എന്ന് കണ്ണൻ ചോദിക്കുന്നതും, മാത്രമല്ല നഷ്ടപരിഹാരത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാനാണ് തൻ്റെ തീരുമാനം എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, എനിക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന പൈസ വേണമെന്ന് തന്നെ ഉണ്ണി പറയുന്നു. പ്രതാപൻ്റെ സ്വത്തുക്കൾ എന്നായാലും നിനക്ക് തന്നെയല്ലേ വന്നു ചേരാൻ പോകുന്നത് എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ, ഉണ്ണിയാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. കരുണ വീണ്ടും ഉണ്ണിയുടെ മുന്നിൽ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും നിന്നെ നോക്കാനും പിന്നെ നിന്നെ സഹിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആ തുക വേണമെന്ന് തന്നെ വാശിയോടെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. പിന്നീട് തിരികെ വരുന്ന വഴിയിൽ തന്ത്രപൂർവ്വം വാമനെ വഴിയിലിറക്കി വിട്ട് പ്രതാപൻ പോകുന്നു. ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് ജയിലിൽ നിന്ന് വരികയല്ലേ, അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് മോഹിനി. ഇതേ സമയം പ്രതാപൻ വരുന്നു. പ്രതാപനെ കാണുമ്പോൾ തന്നെ എന്താണ് പ്രതാപ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഞാനും വാമനും കൂടി ജയിലിൽ നിന്നും വരുന്ന വഴിക്ക് മാർക്കോ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി എന്ന് പ്രതാപൻ പറയുമ്പോൾ തന്നെ, ബാക്കി നീ പറയണ്ട, അവൻ ഇടിച്ച് നിൻ്റെ പരിപ്പെടുത്ത് കാണുമെന്ന് എനിക്ക് പറയുന്നുണ്ട് മുത്തശ്ശി. തുടർന്ന് നിനക്കിപ്പോൾ സന്തോഷമായില്ലേ മോഹിനി, ഇവൻ്റെ ഈ അവസ്ഥ കാണാൻ വേണ്ടിയിട്ടല്ലേ നീ ആഗ്രഹിച്ചത് എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ, മകൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് പ്രതാപേട്ടന് കിട്ടിയത് എന്നും, കണ്ണനെയും ലക്ഷ്മി മോളെയൊക്കെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരാണ് മാർക്കോയും ലോപ്പസും ഒക്കെ. കണ്ണന് വേണ്ടിയിട്ട് ജീവൻ പോലും കളയാനായിട്ട് തയ്യാറാവുന്നതിനാണ് അവർ. അപ്പോൾ പിന്നെ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് അമ്മയുടെ മകനും ആ വാമനും ആണെന്നറിഞ്ഞാൽ അവർ വെറുതെ വിടൂ എന്ന് ചോദിക്കുന്നുണ്ട് മോഹിനി. ശേഷം ഇനി എൻ്റെ ഈ തടി കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല അമ്മേ, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യാത്ത അവസ്ഥയാണെന്ന് പ്രതാപൻ പറയുന്നു. തുടർന്ന് മുത്തശ്ശി പ്രതാപനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് വാമനാണെങ്കിൽ ഒരു വിധത്തിൽ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ സീമന്തിനിയാണെങ്കിലും നല്ല രീതിയിൽ വാമനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട്. തുടർന്ന് വാമൻ മേഘൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, അച്ഛനെല്ലാം അറിഞ്ഞു മോനെ, നിന്നെ ഈ അവസ്ഥയിലാക്കിയത് കണ്ണനാണല്ലേ, ഏതായാലും നിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പുരോഗതിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലോ. കേസ് കഴിഞ്ഞ് ഞാൻ ജയിലിലേക്ക് പോയാലും നീ ആരോഗ്യത്തോടെ പുറത്തുണ്ടാവണം, എന്നിട്ട് നമ്മളോട് കണ്ണനും മാർക്കോയൊക്കെ ചെയ്തതിനൊക്കെ നീ പകരം ചോദിക്കണമെന്നും വാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മേഘനോട്. ഇതേ സമയം അനന്തുവിൻ്റെ വീട്ടിൽ നൂലുകെട്ടിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അനന്തവും കണ്ണനും ചേർന്ന്. കൂടുതൽ ഒരുക്കങ്ങളൊന്നും വേണ്ട എന്നും നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ എന്നെല്ലാം കണ്ണൻ അനന്തുവിനോട് പറയുന്നു. ഇതേ സമയം ലേഖയാണെങ്കിൽ നൂലുകെട്ട് എന്ന് കേൾക്കുമ്പോഴേ തന്നെ പേടിയാണെന്നെല്ലാം പറയുമ്പോൾ, എന്തിനാ ലേഖ പേടിക്കുന്നത്, നമ്മളിവിടെ വെച്ചല്ലേ ആ ചടങ്ങ് നടത്താൻ പോകുന്നത് എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, ലേഖയുടെ ആ പേടി എനിക്കും ഇല്ലാതില്ല കണ്ണേട്ടാ, അസുരന്മാരെ പലരും ഇപ്പോൾ പുറത്താണല്ലോ, അവരിനി പുതിയ എന്തെങ്കിലും പ്ലാൻ ആസൂത്രണം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം മഹിയും പറയുമ്പോൾ, നമ്മുടെ കുഞ്ഞ് പിറക്കുന്നതിന് മുൻപ് തന്നെ അതിനെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ശത്രുക്കൾ ശ്രമിച്ചില്ലേ, എന്നിട്ട് എന്താ ഉണ്ടായത്, നമ്മുടെ കുഞ്ഞ് ദൈവാധീനം വേണ്ടുവോളം ഉണ്ട്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം അനന്ത് പറയുന്നുണ്ട്, എന്നാലും നമ്മൾ സൂക്ഷിക്കണം കണ്ണാ, നിൻ്റെ രണ്ടാനമ്മയൊക്കെ മാറിയെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരവസരം വരുമ്പോഴായിരിക്കും അവരൊക്കെ തനി നിറം പുറത്തിരിക്കാൻ പോകുന്നത് എന്നെല്ലാം അനന്തവും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാർക്കോയാണെങ്കിൽ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയെ ചെന്ന് കാണുന്നു. എന്നിട്ട് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ടാണെന്നും അവരുടെ ശത്രുക്കൾക്ക് ഒന്നടങ്കം തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു കാലമാണിത്, അതുകൊണ്ട് അവരിൽ നിന്നും എന്തെങ്കിലും ഒരു ആപത്ത് കുഞ്ഞിന് സംഭവിക്കുമോ അമ്മേ എന്നെല്ലാം ചോദിക്കുമ്പോൾ, കണ്ണൻ മോൻ്റെയും
ലക്ഷ്മി മോളുടെയും കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞല്ല എന്നും അയ്യപ്പസ്വാമിയുടെയും മുരുകൻ്റെയും ഒക്കെ അനുഗ്രഹം ആ കുഞ്ഞിന് വേണ്ടുവോളമുണ്ട്. വിഷത്തെ പോലും അതിജീവിക്കാനുള്ള കഴിവ് ആ കുഞ്ഞിനുണ്ട്. പക്ഷേ എൻ്റെ പേടി അതൊന്നുമല്ല. ആ കുഞ്ഞിൻ്റെ വളർച്ച ഓർത്തിട്ടല്ല. ആ കുഞ്ഞിൻ്റെ കഴുത്തിലെ മറുക്, ആ കുഞ്ഞ് വളരും തോറും ആ മറുകും വലുതാകും. കാണുന്നവർക്കും മറ്റുള്ളവർക്കും ആ മറുക് ഒരു അഭംഗി ഉണ്ടാക്കുമെന്നും അമ്മ പറയുമ്പോൾ തന്നെ മാർക്കോ അത് കേട്ട് വല്ലാതാകുന്നു. തുടർന്ന് ആ മറുക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ലേ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അതിന് കഴിയില്ല എന്നും അന്ന് മഹാലക്ഷ്മി ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് ആ മറുക് ഉണ്ടായത് എന്നും പക്ഷേ ആ മറുക് ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു ഭാഗ്യ മറുകാണെന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് കരുണയാണെങ്കിൽ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അച്ഛനെയും അമ്മാവനെയും ജയിലിൽ നിന്നും വരുന്ന വഴി മാർക്കോയും ലോപ്പസും കൂടി കൂട്ടിക്കൊണ്ടു പോയിട്ട് പ്രായം പോലും നോക്കാതെ മർദ്ദിച്ചവശനാക്കി എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. മാത്രമല്ല അച്ഛൻ ഇപ്പോൾ നടക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നിനും വയ്യാത്ത അവസ്ഥയാണെന്നും വെറും ജീവച്ഛവമാക്കി ഇട്ടിരിക്കുകയാണെന്നെല്ലാം കരുണ പ്രതാപനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞിട്ട് തന്നെയായിരിക്കും മാർക്കോയും ലോപ്പസും കൂടിയിട്ട് അച്ഛനെയും അമ്മാവനെയും തല്ലിച്ചതച്ചത്. എൻ്റെ അച്ഛനെ ഇങ്ങനെ ഒരു അവസ്ഥയാക്കിയതിന് ഞാൻ പ്രതികാരം ചെയ്യും എന്ന് തന്നെ കരുണ ഉറപ്പിച്ചു പറയുന്നു. അയാളും അവളും കൂടിയിട്ട് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ആഘോഷമാക്കാൻ പോവല്ലേ, അതവരാഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുമോ എന്ന് നമുക്കൊന്ന് കാണണമെന്നും മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കരുണ പറയുന്നുണ്ട്. ഏതായാലും കരുണ എന്തു തന്നെ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാലും അതെല്ലാം അവസാനം കരുണയ്ക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലിന് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്